ഹായ്, ഞാൻ നീലിമ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ചിക്കനും റൈസും ഒരുമിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ 1 കപ്പ് തൈര്. അധികം പുളിയില്ലാത്ത തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതേപോലെ തന്നെ 2 കപ്പ് ബസ്മതി അരി 700 ഗ്രാംസ് ഉണ്ട്. അത് ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് 1/2 മണിക്കൂർ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം. അതുപോലെ തന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. അപ്പോൾ ആ മസാല കുറച്ചും കൂടെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലാതെ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ 8 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇതേപോലെ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ഉരുക്കി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ കറുത്ത ഏലക്ക, അതേപോലെ തന്നെ 2 കറുകപ്പട്ട, 1 തക്കോലം, 3 കരയാമ്പൂ അല്ലെങ്കിൽ ഗ്രാമ്പൂ, 2 ഏലക്ക ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഒരു മണം വരും. റോസ്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് റോസ്റ്റായി കിട്ടിയാൽ നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണം നന്നായിട്ട് മാറണം. അതിന് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്താണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അത് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ഈ സവാളയുടെ കൂടെ കൂടി ചേരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നമ്മുടെ മസാലയുടെ കളർ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറേ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് കുറേ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് മസാല നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ആണെങ്കിലും ഈ ടൈമിൽ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് അങ്ങനെ വഴറ്റിയതിന് ശേഷം ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് നന്നായിട്ട് മുന്നിട്ട് വെക്കണം. എന്നാലാണ് ബിരിയാണി ഉണ്ടാക്കി വരുമ്പോൾ കറക്റ്റ് ഉപ്പ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് എല്ലാ ഭാഗത്തും അരി എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 20 to 30 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. 25 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി
നമ്മുടെ റൈസൊക്കെ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ കാഷ്നട്ട്സ്, റൈസിൻസ്, സവോള 2 മീഡിയം സൈസ് സവോള ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് മുന്നേ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് എടുക്കാം. നല്ല ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കുഴങ്ങി പോകും. അപ്പോൾ പതിയെ ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ആദ്യം നല്ലത്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഫ്രൈഡ് ഓനിയൻസും മല്ലിയില പുതിനയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്